അഖീഖത്തില് നബിതങ്ങൾ പഠിപ്പിച്ചത് ആടാണ്. പെൺകുട്ടിക്ക് ഒരാട്, ആൺകുട്ടിക്ക് 2 ആട്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ദലായ പരിപൂർണമായ. ഇപ്പൊ ആൺകുട്ടിക്ക് ഒരാളെടുത്താലും മതിയാവും, അത് മതിയാവില്ല. ഹസൻ ഹുസൈന് വേണ്ടി നബിതങ്ങൾ ഓരോ ആടർത്തു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ആൺകുട്ടിയാണെങ്കിലും ഒരാളെടുത്താലും ബാധ്യത കൂടും. ഏറ്റവും പരിപൂർണമായത് ആൺകുട്ടികൾക്ക് 2 ആട്, പെൺകുട്ടിക്ക് 1 ആട്. ഞാൻ ആടല്ലാത്തത് പറ്റുമോ? അതിൽ പഴയകാലം മുതൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബിയുടെ മാതൃകയിൽ ആടേ ഉള്ളൂ. നബി അർത്ഥതും അറക്കാൻ പഠിപ്പിച്ചതൊക്കെ ആട് തന്നെയാണ്. അതുകൊണ്ട് ആടില്ലാത്ത അർത്ഥപ്പോൾ അതിനെ വിമർശിച്ച സ്വഹാബിമാരുടെ ചില അധ്യാപനം കൂടി കാണാൻ കഴിയും. അതേസമയം ആടിനോട് ഖിയാസാക്കിക്കൊണ്ട് ഉദ്ഹിയ്യത്തിൽ പറ്റാവുന്നതൊക്കെ അഖീഖത്തിലും പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഖിയാസായിക്കൊണ്ടാണ്. ഉദ്ഹിയ്യത്തിലൊക്കെ പറ്റും, ആടും മാടും ഒട്ടൊക്കെ പറ്റുമല്ലോ എങ്കിൽ അഖീഖത്തിനും അത് മതി. ഉദ്ഹിയ്യത്തിൽ ഉള്ള എല്ലാം അഖീഖത്തിനും ബാധകമാണ് എന്ന ഒരു ചർച്ചയിൽ നിന്നാണ് പശുവായാലും പോത്തായാലും ഇനി പിന്നെ ഒട്ടകമായാലും ഒക്കെ അറുക്കാം എന്ന് ചർച്ച വന്നിട്ടുള്ളത്. അതുകൊണ്ട് പാടില്ല എന്നോ അർത്ഥം ശരിയാവില്ല എന്നോ പറയണ്ട. പക്ഷെ അറക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ആടാണ് അറക്കേണ്ടത്, അതാ ഏറ്റവും അഫ്ദലായത് എന്ന് പറഞ്ഞു കൊടുക്കലാണ് നല്ലത്. വല്ലാഹു അഅലം.